ഹായ്, നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും പ്രണയദിന ആശംസകൾ. വാലന്റൈൻസ് ഡേ ആണ്. അന്നേരം പ്രണയിക്കാനുള്ളവരെല്ലാം പ്രണയിക്കൂ, പ്രണയിച്ചുകൊണ്ടേയിരിക്കൂ. എന്താണ് ഈ വാലന്റൈൻസ് ഡേ? നമ്മളെല്ലാവരും പ്രണയദിനമായി ആഘോഷിക്കുന്ന ഈ ഒരു ദിവസം ക്ലോഡീസ് ചക്രവർത്തിയുടെ കാലത്ത് ജീവിച്ചിരുന്ന വാലന്റൈൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായാണ് പിന്നീട് വാലന്റൈൻസ് ഡേ ആയിട്ട് മാറിയത്. അതിന് പിന്നിലൊരു കഥയുണ്ട്. ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലോഡീസ് ചക്രവർത്തിയുടെ കാലത്ത് പട്ടാളക്കാർക്ക് കുടുംബവുമായി ബന്ധപ്പെടുവാനോ വിവാഹം കഴിക്കുവാനോ അവസരം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ സമയം കുടുംബവുമായി ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുകയും കുടുംബത്തെ പറ്റിയുള്ള ചിന്തകൾ കാരണം അവർക്ക് പട്ടാളത്തിന്റെ ജോലിയിൽ പ്രവേശിക്കുവാനോ കോൺസെൻട്രേഷൻ ചെയ്യുവാനോ സാധിച്ചിരുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് പട്ടാളത്തിൽ ചേരുന്നവർക്ക് വിവാഹം കഴിക്കാനുള്ള അവകാശം ഇല്ലാതായത്. എന്നാൽ പട്ടാളക്കാരുടെ ഈ ഒരു മനോവിഷമം മനസ്സിലാക്കിയ വാലന്റൈൻസ് എന്ന ബിഷപ്പ് രഹസ്യമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും വിവാഹം കഴിച്ച് ചെല്ലുന്ന പട്ടാളക്കാരെ അവരുടെ കുടുംബവുമായി രഹസ്യമായി ബന്ധപ്പെടുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതറിഞ്ഞ ക്ലോഡീസ് ചക്രവർത്തി ബിഷപ്പിനെ തുറങ്കിലടയ്ക്കുകയുണ്ടായി. തുറങ്കിൽ കിടക്കുന്ന ബിഷപ്പിനെ കാണുവാൻ വേണ്ടി ചക്രവർത്തിയുടെ അന്ധയായ മകൾ ചെന്നു. ബിഷപ്പുമായി കൂടുതൽ സമയം സംസാരിക്കുകയും പ്രാർത്ഥനയിൽ കൂടി അന്ധയായ മകളുടെ കാഴ്ച ബിഷപ്പ് നൽകുകയുണ്ടായി. കാഴ്ച ലഭിച്ച ചക്രവർത്തിയുടെ മകൾ തനിക്ക് കാഴ്ച നൽകിയ ബിഷപ്പിനോട് ആരാധനയുണ്ടായി. ആ ആരാധന പിന്നീട് പ്രണയമായി മാറുകയാണ്. ബിഷപ്പും തന്റെ മകളും തമ്മിലുള്ള പ്രണയം മനസ്സിലാക്കിയ ചക്രവർത്തി ബിഷപ്പിന്റെ തല വെട്ടിക്കളയാൻ വേണ്ടി ഓർഡർ ഇടുകയുണ്ടായി. അങ്ങനെ ബിഷപ്പിനെ തുറങ്കിലടച്ചു. ഫെബ്രുവരി 7 മുതൽ 14 വരെയുള്ള കാലയളവിലാണ് ബിഷപ്പിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. അങ്ങനെ ഫെബ്രുവരി 14 മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു പേപ്പറിൽ തന്റെ പ്രണയിനിക്ക് കൈമാറുവാൻ വേണ്ടി അദ്ദേഹം ഫ്രം യുവർ വാലന്റൈൻസ് എന്നെഴുതി തന്റെ ഏറ്റവും വിശ്വസ്തനായ പട്ടാളക്കാരൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. അന്ന് മുതലാണ് ഫെബ്രുവരി 14 പ്രണയ ദിനമായി മാറിയത്. നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന വാലന്റൈൻസ് ഡേ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പ്രണയദിനാശംസകൾ. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ ബാബു സുജിത്ത്.